മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടെ ഇതിൽ പങ്കെടുക്കുന്ന സർവ്വ മക്കൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങൾ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട്. ഏത് സാധാരണക്കാരനും വിശുദ്ധനായി തീരാമെന്ന് ഈശോ നമ്മോട് ഓരോരുത്തരോടും പറയുന്നുണ്ട്. രാജാവിനും ഭിക്ഷക്കാരനും, ധനവാനും ദരിദ്രനും, അധ്യാപകനും വിദ്യാർത്ഥിക്കും, ജീവിതത്തിൽ ഏത് അവസ്ഥയിലുള്ളവർക്കും വിശുദ്ധരായി തീരാം. ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധനായ ഇസിദോർ. ഒരു സാധാരണ മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ വിശുദ്ധി നമ്മുടെ കുടുംബത്തിലേക്കും ജീവിത സാഹചര്യം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. മകളെ, സാധാരണക്കാരുടെ, കർഷകരുടെ, തൊഴിലാളികളുടെ ഒരു മധ്യസ്ഥനാണ് വിശുദ്ധ ഇസിദോർ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നശ്വരമായ അപ്പത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിച്ച് നിത്യജീവൻ കരസ്ഥമാക്കിയ ഒരു ചെറിയ വലിയ വിശുദ്ധനാണ് വിശുദ്ധ ഇസിദോർ. കൃഷിപ്പണിക്കാരനായ വിശുദ്ധ ഇസിദോർ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ചും അതുപോലെ തന്നെ പരിശുദ്ധ ദൈവമാതാവിനോടും പ്രാർത്ഥിച്ചിട്ടല്ലാതെ ജോലി സ്ഥലത്തേക്ക് പോകുമായിരുന്നില്ല. പല ദിവസങ്ങളിലും ജോലിയിൽ വൈകിട്ടാണ് എത്തിയിരുന്നത്. ഒരു ദിവസം കൃഷിസ്ഥലത്ത് ഇതിൻ്റെ ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോൾ ഇസിദോറിനോടൊന്നിച്ച് 2 പേർ കൂടി നിലം ഉഴുത് മറിക്കുന്നത് കാണുകയാണ്. അടുത്തെത്തിയപ്പോൾ ഇസിദോറിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഇസിദോർ പറയുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ചെലവാക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാകുകയില്ല. പ്രാർത്ഥിക്കുന്നത് മൂലം ആരുടെയും സമയം അല്പം പോലും നഷ്ടപ്പെടുന്നില്ല. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോടൊപ്പം അധ്വാനിക്കുകയാണ്. ദൈവത്തോടൊപ്പം അധ്വാനിച്ച വിശുദ്ധനായ ഇസിദോർ നമ്മോട് പറയുന്നു, അടുക്കളയിലും ഓഫീസിലും പാടത്തും പറമ്പിലും ആശുപത്രിയിലുമൊക്കെ യേശുവിൻ്റെ ജീവിതം തുടരുവാൻ സാധിക്കും. എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന്, എൻ്റെ കുടുംബജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമാകുകയില്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.